ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയോ വന്നിരിക്കുന്നത്? ഇത് തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂരിലെ പുന്നത്തൂർ കോട്ടയിലേക്കാണ് വന്നിരിക്കുന്നത്. പുന്നത്തൂർ കോട്ടയ്ക്ക് ആനക്കോട്ട എന്ന് കൂടിയൊരു പേരുണ്ട് കേട്ടോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യുകയാണ്. ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പുന്നത്തൂർ കോട്ടയിലേക്ക് പോകാം. ഇതാണ് വണ്ടി പാർക്ക് ചെയ്ത ശേഷമുള്ള പുന്നത്തൂർ കോട്ടയിലേക്കുള്ള റോഡാണ്. നല്ല ഭംഗിയിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള റോഡാണ് കേട്ടോ. നല്ല നീറ്റാണ്. അപ്പോൾ നമുക്ക് ഈ വഴി നേരെ കൂടി നടക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. ഇവിടെ ടിക്കറ്റ് റേറ്റ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ, അതായത് മൊബൈൽ വഴി വീഡിയോ എടുക്കുകയാണെങ്കിൽ 25 രൂപയും, ക്യാമറ വഴി നമ്മൾ വലിയൊരു വീഡിയോ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ക്യാമറ വഴി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 45 രൂപയുമാണ് റേറ്റ്. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടിപ്പുറത്തൊരു കുഞ്ഞു ചായക്കടയുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കാവേ. അപ്പോൾ അതാ ഗേറ്റ് കടന്നു, നമ്മൾ പുന്നത്തൂർ കോട്ടയുടെ അകത്തേക്ക് എത്തി. ആ കാണുന്നതാണ് കേട്ടോ പുന്നത്തൂർ കോട്ട. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഇൻട്രൊഡക്ഷൻ. ഇത് ഗുരുവായൂരിലെ പുന്നത്തൂർ കോട്ടയുടെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ കോട്ടയ്ക്ക് ആനക്കോട്ട എന്നൊരു പേര് കൂടിയുണ്ട്. പണ്ട് രാജ്യഭരണകാലത്ത് രാജാവ് നാടുവാഴികളെ ഏൽപ്പിച്ച ഒരു അതിമനോഹരമായ ഒരു മനയായിരുന്നു ഈ പുന്നത്തൂർ കോട്ട. രാജാവിന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നോക്കി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങളും കുറേ വലിയ പ്രശസ്തിയുള്ള മനകളും അതുപോലെ കൊട്ടാരത്തിൻ്റെ ചെറിയ ചെറിയ സുന്ദരമായ ഭാഗങ്ങളുമെല്ലാം നാടുവാഴികളെ ഏൽപ്പിച്ചിരുന്നു നോക്കാനായിട്ട്. അപ്പോൾ അവരത് വലിയ കാര്യമായിട്ട് തന്നെ നോക്കിക്കൊണ്ടു പോന്നു. പിന്നീട് കാലങ്ങൾ പോകെ പോകെ അത് അടുത്ത തലമുറകൾക്ക് കൈമാറി വന്നപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾക്കൊന്നും അത് നോക്കാനുള്ള സമയമോ അവരുടെ സൗകര്യമോ സന്ദർഭമോ ഒന്നും ഇല്ലാതായി. കാരണം ജോലി സംബന്ധമായിട്ട് എല്ലാവരും പല പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറി. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് ആളുകളുടെ പേരിലാണ് ഈ മനയുള്ളത്. അത് എല്ലാവർക്കും ഭാഗിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇത് ഗുരുവായൂർ ദേവസ്വത്തെ ഏൽപ്പിക്കാം. അങ്ങനെയാവുമ്പോൾ ഇത് മന ഇതുപോലെ കാത്തു സൂക്ഷിച്ചോളൂല്ലോ. വേറെ ഏതെങ്കിലും പുറമേയുള്ള ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇടിച്ച് കളഞ്ഞ് അവരൊരു സ്റ്റാർ ഹോട്ടലും അല്ലേ അവിടെ കെട്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു. അതാവുമ്പോൾ എന്നും ഈ മന ഇതുപോലെ നിന്നോളും. മനയ്ക്കകത്തേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തെ കാഴ്ചകളും ആ കയറി ചെല്ലുമ്പോൾ മുറിയിലെ കാഴ്ചകളും കാണാൻ വരും. മനയിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു തുറസായ മുറിയാണിത്. ഇതിൻ്റെ മുകളിലെ ചുവരുകളൊക്കെ നോക്കൂ, എന്ത് ഭംഗിയാണ് കാണാൻ. ഞാൻ പഴയ കാല രാജാവിൻ്റെ ആ ഒരു രാജപ്രൗഢിയിൽ ഉണ്ടാക്കിയ ഒരു വലിയ മനയാണല്ലോ ഇത്. ഇതാണ് അന്ന് നാടുവാഴികളെ നോക്കാൻ ഏൽപ്പിച്ചത് കേട്ടോ. അന്നത്തെ ആ ഒരു വാതിലും അതൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണേ. ഇതിന് നേരെ മുന്നിൽ തന്നെ വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, എന്ത് വലിയ ആൽമരം. ഇതൊക്കെ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവൂലേ. എന്തെല്ലാം കാഴ്ചകളും എന്തെല്ലാം രാജാക്കന്മാരുടെ കാലത്തെ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ ആൽമരം ഇല്ലേ. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കണ്ടൊരു മുറി ഉണ്ടല്ലോ, കയറുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു ഇടവഴിയാണിത്. ഇത് കണ്ടോ, എന്തൊരു മനോഹരം ആ ഒരു ഷെയ്ഡ് സ്ലൈഡ് വാർത്തേക്കുന്നതൊക്കെ. ഞാൻ ആ ഇടവഴിയുടെ അവിടെ ഉള്ള ഒരു നടപ്പാതയിൽ ഇരിക്കുവാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ, എന്ത് രസമാണെന്നറിയോ. നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പുന്നത്തൂർ കോട്ടയുടെ സൈഡ് ഭാഗത്താണ്. അതായത് അടുക്കളയുടെ ഭാഗമാണിത്. ഇവിടെ കുറച്ച് പടിത്തട്ടൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കുവാണ്. ഇതിൻ്റെ സൈഡിൽ നോക്കി ഇത് കണ്ടോ, ആട്ടുകല്ല്. പണ്ടത്തെ അരി ഉഴുതൊക്കെ അരയ്ക്കുന്ന ആട്ടുകല്ല്. പഴയ കാലത്തെ ആ ഒരു പ്രൗഢിയാണ് കാണുന്നത് കേട്ടോ. അത് സുഖമായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട്. ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം നല്ല മച്ചും ഓടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ്. പുറത്ത് നല്ല വെയിലാണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ചൂടും തോന്നിക്കുന്നില്ല കേട്ടോ. ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇതിപ്പോൾ ഒരു അടുക്കളയുടെ സൈഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചൊന്ന് കാണാം. പിന്നെ അത് കൂടാതെ ഈ ഒരു മനയ്ക്ക് 3 ക്ഷേത്രങ്ങളുണ്ട്. ചെറിയ ക്ഷേത്രങ്ങളാണ്, 3 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ ഭഗവതിയുടെ അമ്പലമാണ് ഒന്ന്, പിന്നെ 2 അയ്യപ്പൻ്റെ അമ്പലം. അയ്യപ്പൻ്റെ അമ്പലങ്ങൾ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ വാതയ്ക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന്, നമുക്ക് അകത്തേക്ക് പ്രവേശനം ആർക്കും ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന പോലെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കാണാം. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ചോദിച്ചപ്പോഴാണ് അവരാണ് നമുക്ക് വിശദാംശങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. വരും. കണ്ടോ, ഇവിടെ എല്ലാം പൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. ഇവിടുത്തെ നോക്കൂ, ഇവിടുത്തെ മുകൾ ഭാഗത്തെ ആ ഒരു ഓടക്ക മെഞ്ഞേക്കണം, എത്ര വർഷങ്ങൾ പഴക്കം ഉണ്ടാവും അല്ലേ ഇതിനെല്ലാം. എന്തൊരു ഭംഗിയാ നോക്കി. പ്രശസ്തമായ സിനിമയായ വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിംഗ് ഈ മനയിൽ വെച്ചാണ് നടന്നത് കേട്ടോ. അതിലൊരു ചന്ദന ലേപ സുഗന്ധം എന്നൊരു പാട്ട് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അത് ഈ മനയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്.
പുന്നത്തൂർ കോട്ടയുടെ പുറകുവശമാണ് കേട്ടോ ഈ കാണുന്ന മനോഹാരിത. ഇത് നമ്മൾ പുന്നത്തൂർ മനയുടെ ബാക്ക് വശത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇതേ അങ്ങോട്ട് സൈഡിലേക്ക് കയറുമ്പോൾ നമ്മുടെ അമ്പലമാണ്, ഒരു കുഞ്ഞു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഭഗവതി ക്ഷേത്രം. അതാണ് അതിൻ്റെ സൈഡിലുള്ള കുളമാണ്, അതായത് ക്ഷേത്രക്കുളമാണിത്. എന്ത് വിശാലമായ ക്ഷേത്രക്കുളമാണെന്ന് നോക്കി, എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. ഇത് ഒരുപാട് മീനുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് അമ്പൽപ്പൂക്കളും ഉണ്ട്. അത് നോക്കൂ, കറുത്ത് കാണുന്ന മുഴുവനും മീനുകളാണ്. നമുക്ക് കാല് വെച്ചാൽ നമ്മുടെ കാല് മൊത്തം മീനുകൾ കൊണ്ട് നിറയും. അത്രയ്ക്ക് മാത്രം മീനുകളാണ് ഇവിടെ ഉള്ളത്. വിശാലമായൊരു കുളമാണ് ക്ഷേത്രത്തിൻ്റെ. അതിമനോഹരമാണ് ഇത് കാണാൻ കേട്ടോ. എത്ര വർഷത്തെ പഴക്കമായിരിക്കും അല്ലേ ഈ കുളത്തിനൊക്കെ ഉള്ളത്. അതുപോലെ എന്തെല്ലാം കഥകളായിരിക്കും ഈ കുളത്തിനൊക്കെ പറയാനുള്ളത്. പുന്നത്തൂർ മനയിലെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിതിനകത്തേക്ക് കയറാനായിട്ട് പ്രവേശനമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പുന്നത്തൂർ കോട്ടയുടെ ഭഗവതി ക്ഷേത്രം. ചെറിയൊരു ക്ഷേത്രമാണ്. ഇതേപോലെ തന്നെ അപ്പുറത്ത് അയ്യപ്പൻ്റെ 2 അമ്പലങ്ങളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കത്തില്ല, എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഭഗവതി ഒന്ന് തൊഴാം. ഇതുണ്ടോ, നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ മനയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. മനയുടെ അകഭാഗം എല്ലാം കുറച്ച് ക്ഷയിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകളെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ കയറിയും പിടിച്ചും ചിലപ്പോൾ മോൾ ഭാഗമൊക്കെ തിരിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആളുകളെ അകത്ത് പ്രവേശിപ്പിക്കാത്തതെന്നാണ് അവർ പറയുന്നത്. ഇതാണ് പുന്നത്തൂർ മനയിലുള്ള അയ്യപ്പ ക്ഷേത്രം. ഞാൻ പറഞ്ഞില്ലേ 2 അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് ഇങ്ങനെ ക്ഷയിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ക്ഷേത്രം, ചെറിയ ക്ഷേത്രം അപ്പുറത്ത് പണിയുന്നുണ്ട്. അത് കൂടാതെ ഇത് പുനരുദ്ധാരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പുതുക്കി പണിയുന്ന അയ്യപ്പൻ്റെ അമ്പലമാണ്. ഇവിടെ കൽവിളക്കുകളെല്ലാം ഉണ്ട്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള, ഇല്ലേ, നമ്മളെയൊക്കെ എത്ര തലമുറകൾ പഴക്കമുള്ള ആ ഒരു ക്ഷേത്രങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഇത്. ഒരുപാട് സന്തോഷം ഇതൊക്കെ കാണാൻ സാധിച്ചതിൽ. നമ്മൾ തിരിച്ച് പുന്നത്തൂർ കോട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഈ പുന്നത്തൂർ കോട്ടയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആനക്കോട്ടയുള്ളത്. അത് മനോഹരമായ കാഴ്ചകളാണ് അതിലുള്ളത്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ചായക്കടയുണ്ട്. അവിടെ നല്ല ചായയും കാപ്പിയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അടിച്ച് പതപ്പിക്കുന്ന ചായയാണ് കേട്ടോ. സമൂഹ ചായയാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയും കാപ്പിയൊക്കെ കുടിച്ച് നേരെ തൃശ്ശൂർക്ക്. ഇവിടെ തൃശ്ശൂരിലെത്തിയപ്പോൾ വിചാരിച്ചു ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ ജോയ് പാലസിലാണ് വന്നത്. ഇവിടെ വരാൻ കാര്യം ഇവിടെ നല്ലൊരു അടിപൊളി സീ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുവാണെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ സീ ഫുഡ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാമേ ബുഫേക്ക്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ജോയ് പാലസിൻ്റെ മുമ്പിലാണ്. അപ്പം നമുക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ സീ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു ബുഫേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. എന്താണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഡിന്നർ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചും ഒരു സീ ഫുഡ് ഫെസ്റ്റിവൽ കൂടി നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി വിചാരിച്ചു കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ വന്നതാണ്. പ്രത്യേകിച്ചും ഈ ജോയ് പാലസിലെ ഫുഡൊക്കെ എക്സലൻ്റ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റിയും എക്സലൻറ്റ് ക്വാളിറ്റിയാണ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കിയാലും നമ്മുടെ ഈ ഡിന്നർ ബുഫേയിൽ എന്തൊക്കെയുണ്ടെന്ന് വരും. നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ ചിലപ്പോൾ ചെറിയൊരു ഫിഷ് ടാങ്ക് അല്ല, ഒരു ഉരുളി പോലെയുണ്ട്. അതിൽ നല്ല മീനുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്.
നേരെ ലിഫ്റ്റ് കയറി സെക്കൻഡ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. ഇതാണ് ജോയ് പാലസിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു അടിപൊളി അക്വേറിയം ഉണ്ട് കേട്ടോ, സൂപ്പർ അക്വേറിയമാണ്. ഇത് നമ്മൾ അകത്തേക്ക് കയറുന്നു. ഇതാണ് ജോയ് പാലസിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇവിടെ സീ ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് പോയി ബുഫേയിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടിട്ട് വന്നാലോ? വരും. ആദ്യം ഇവിടെ സൂപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ. 2 ടൈപ്പ് സൂപ്പാണുള്ളത്. ഇത് മുരിങ്ങയ്ക്ക സൂപ്പാണ് ഒരെണ്ണം. ഇത് ഞാൻ തുറന്ന് കാണിക്കാം. അതേപോലെ തന്നെ അടുത്തത് കോക്കനട്ട് സീ ഫുഡ് സൂപ്പാണ് അടുത്തത്. ഇനി അടുത്തത് നമ്മൾ സാലഡ്സിലേക്കാണ്. അപ്പോൾ 2 സൂപ്പ് കഴിഞ്ഞു. പിന്നെ അടുത്തത് സാലഡ്സ് ആണ്. ഇവിടെ ഒരുപാട് സാലഡ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്പ്രൗട്ട്സിൻ്റെ സാലഡാണ്, അതുപോലെ തന്നെ ഹണി ഗ്ലേസ്ഡ് സാലഡ്സ്, പിന്നെ ഇതുപോലെ സീ ഫുഡ് സാലഡാണ് അടുത്തത്. പിന്നെ ഇതൊരു കേർഡ് മിക്സ് ചെയ്തൊരു സീ ഫുഡ് സാലഡ്. പിന്നെ ഒരുപാട് വെറൈറ്റി സാലഡ്സ് നമുക്കിവിടെ ബുഫേ കൗണ്ടറിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അത് ഗ്രീൻ ആപ്പിൾ, അതുപോലെ തന്നെ ഒരു ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞ ഒരെണ്ണം, പിന്നെ ഒരു വാട്ടർമെലൺ. ഇതെല്ലാം സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ ഇതെല്ലാമാണ് സൂപ്പ്, അതുപോലെ സാലഡ്സ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമുക്ക് മെയിൻ കോഴ്സിലേക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇവിടെ കോയിൻ പൊറോട്ട, ലാച്ച പൊറോട്ട ഇതെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്തൂരി റൊട്ടി, ഇതിപ്പോൾ തന്തൂരി റൊട്ടിയാണ്. അതിൽ ലാച്ച പൊറോട്ടയുണ്ട്, അതുപോലെ തന്നെ കോയിൻ പൊറോട്ട. ഈ 3 മെയിൻ കോഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് അപ്പമാണുള്ളത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാഴ്ചയിൽ തന്നെ അതിമനോഹരമായ നല്ല പൂ പോലത്തെ പാലപ്പം. അതിനുശേഷം പത്തിരി, നല്ല സോഫ്റ്റ് പത്തിരി, നൈസ് പത്തിരിയാണ് കേട്ടോ. പിന്നെ ഇടിയപ്പം, അടുത്തത് റൈസ് പുട്ട്. പിന്നെ ഇത് പാൽ പൊറോട്ടയാണ് കേട്ടോ, പാൽ പൊറോട്ട. പിന്നെ പാൽ കപ്പ. പ്രസൻറ്റേഷൻ വൈസ് ഒക്കെ നല്ല എക്സലൻ്റ് ആണ്. നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പറയാം. പിന്നെ പ്ലെയിൻ റൈസ് ആണ് പിന്നെ ഉള്ളത്. പിന്നെ ഇത് സാഫ്രൻ റൈസ് ആണ്, നല്ല കുങ്കുമപ്പൂവൊക്കെ ഇട്ട് നല്ല അടിപൊളി റൈസാണ് അടുത്തത്. അടുത്തത് ടൊമാറ്റോ റൈസ് ആണ്. ഇനി അടുത്തത് പനീർ ടിക്ക മസാലയാണിത്. പിന്നെ അടുത്തത് മിക്സഡ് വെജിറ്റബിൾ പെരട്ട്. ഇത് ദം ആലു. ഇത് ചിക്കൻ ടിക്കയാണ്. ഇത് ഒരു മംഗോളിയൻ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. സീ ഫുഡ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും ഫിഷ് ഐറ്റംസ്, അതുപോലെ സ്ക്വിഡ്, പ്രോൺസ് അങ്ങനെയാണ്. സീ ഫുഡ് ഐറ്റംസ് തന്നെയാണ്. ചിക്കൻ്റെ ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇത് തേങ്ങ ചുട്ടരച്ച ചെമ്മീൻ കറി. ഇത് സീ ഫുഡ് ടാപ്പിയോക്ക ക്രോക്കറ്റ്സ്. ഇത് കാരക്കൊടി ഞണ്ട് മസാല. കാരക്കൊടി ഞണ്ട് കറിയാണിത്. കാണുമ്പോൾ തന്നെ എന്ത് മനോഹരം അല്ലേ. ഇത് നോക്കൂ, തൊട്ടിപ്പുറത്തൊരു കടൽക്കൂട്ട് എന്ന് പറഞ്ഞൊരു വണ്ടി പോലെയുണ്ട്. അതിനകത്ത് കുറച്ച് മീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ അത് ലൈവായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തും അതുപോലെ ബാർബിക്യൂ ആയിട്ട് ചുട്ടുമൊക്കെ നമുക്ക് തരും. നമുക്ക് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഐറ്റംസ് പ്രോൺസ്, സ്ക്വിഡ്, ക്രാബ്, ഫിഷ് ഇതെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെന്നുള്ളതാണ് ഇപ്പുറത്തെ എഴുതിയേക്കുന്നത്. സ്പൈസി വേണോ, ഗ്രീൻ പെപ്പർ വേണോ, ചെറുള്ളി കാന്താരി വേണോ, പെരിപ്പരി വേണോ, അങ്ങനെ വെച്ചാൽ അതങ്ങനെ ഏത് സ്റ്റൈലിൽ വേണം, തന്തൂരി, ഹരിയാരി, മുഗളായി അങ്ങനെ. പിന്നെ ചോയ്സ് ഓഫ് സാലഡ്സ്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ സാലഡ് ഇട്ട് തന്നെ അതുപോലെ നമ്മൾ പറയണ പോലെ നമുക്ക് ചെയ്തു തരും. അതാണ് കടൽക്കൂട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു തട്ടുകട പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും ഈ ബുഫയുടെ ഭാഗമാണ് കേട്ടോ. നല്ല എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ അടുത്ത ഡെസേർട്ട് സെക്ഷനാണ്. ഐസ്ക്രീം ഉണ്ട്. അതേ ഒരു കോൺ കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ബുഫേയിൽ ഇങ്ങനെ ഒരു കോൺ കാണുന്നത്. കോൺ ഐസ്ക്രീം കേട്ടോ. ഇത് ഇങ്ങനെ പീസസ്, കേക്കിൻ്റെ പീസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് യോഗേർട്ടാണ്. ഇതെല്ലാം അടിപൊളിയായിട്ട് ഇത് കാണാനായിട്ട്. മുകളിൽ ബദാമൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ബദാം ഇങ്ങനെ ഷെയ്ഡ് തട്ടിട്ടുണ്ട്. ഇത് ഗുലാബ് ജാം ആണ്. അതുപോലെ അസോർട്ടഡ് ആയിട്ടുള്ള കേക്ക് പീസസ് ആണ്. പല വെറൈറ്റി, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, അതുപോലെ റെഡ് വെൽവെറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ബക്കലായി എന്ന് പറഞ്ഞൊരു ഗൾഫ് ഐറ്റമാണിത്, അതുണ്ട്.
പിന്നെ ഒരുപാട് ബിസ്ക്കറ്റ്സ് ടൈപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ഡെസേർട്ട്സ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഏത് വേണമെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് ഫിഷ് ചെയ്ത് തരും കേട്ടോ. അതുകൊണ്ട് അവർ വന്നേക്കണാണ് നമ്മുടെ അടുത്ത് ചോദിക്കാൻ. അപ്പോൾ ഞാൻ സൂപ്പ് എടുത്തു, മുരിങ്ങയ്ക്ക സൂപ്പും അതുപോലെ തന്നെ തേങ്ങ കോക്കനട്ട് സീ ഫുഡ് സൂപ്പും എടുത്തു. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. പിന്നെ ഇതേ എടുത്തത് ഞാൻ എല്ലാ സാലഡിൻ്റെയും ഒരു അര സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്നത് ലൈവായിട്ട് ചെയ്ത് തരുന്നത്, അങ്ങനെ വാങ്ങിച്ചത് സ്ക്യൂട്ട്, അത് കണവയും അത് ചെമ്മീനുമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ളത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അതിനുശേഷം ഞാൻ മെയിൻ കോഴ്സ് എടുത്തത് ഒരു അപ്പം, ഒരു ഇടിയപ്പം, അതുപോലെ ഒരു കോയിൻ പൊറോട്ട, ഈ 3 എണ്ണമാണ് എടുത്തത്. അതിൻ്റെ കൂടെ ആ മുഗളായി ഫിഷ് ഫ്രൈ എടുത്തു കേട്ടോ, അതും എടുത്തു. പിന്നെ ചുട്ടരച്ച ചെമ്മീൻ കറി, പിന്നെ ഞണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയും. ഇത് മോക്കും കൂടി കൊടുക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ. അവൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും കഴിച്ചില്ല, അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റിൽ തന്നെ എടുത്തു അവൾക്ക് കൂടി കൊടുക്കാനായിട്ട്. ഇവിടെ സീറ്റൊക്കെ ഫുള്ളാണ്. സീ ഫുഡ് ഫെസ്റ്റിവൽ കൂടി ആയതുകൊണ്ട് തിരക്ക് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിലും ജോയ് പാലസിന് നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണിത്. ഇപ്പോൾ സീ ഫുഡ് ഫെസ്റ്റിവൽ കൂടി പറഞ്ഞപ്പോൾ പിന്നെ പറയാൻ വയ്യ, അത്രയും തിരക്കാണ്. മോള് കുറച്ച് പാസ്ത എടുത്തു. ഇത് സീ ഫുഡ് പാസ്തയാണ് കേട്ടോ. ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇത് നമ്മുടെ ബുഫേയുടെ ഭാഗമാണ്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് അതും എടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഡിസ്പ്ലേ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ബുഫേയുടെ ഭാഗമാണ്. പിന്നെ കുറച്ച് റൈസ് ഐറ്റംസ് ആണ് ഇനി എടുത്തത്. ഇത് സാഫ്രൻ റൈസ്, ഇത് ടൊമാറ്റോ റൈസ്. പിന്നെ എനിക്ക് ഞണ്ട് കറി ഇഷ്ടമായി കേട്ടോ, ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഞണ്ട് കറി എടുത്തു. ഒരിത്തിരി പനീർ ടിക്ക ടേസ്റ്റ് ചെയ്യാനും എടുത്തു. കോൺ ഐസ്ക്രീം എടുത്തു കേട്ടോ. ബുഫേക്ക് ആദ്യമായിട്ട് ഒരു കോൺ ഐസ്ക്രീം കാണുന്നത്. പിന്നെ യോഗട്ട്, കേക്ക് പീസ് ഇതെടുത്തു. ഗുലാബ് ജാം ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളിങ്ങനെ വല്ലപ്പോഴൊക്കെ ജോയ് പാലസിൽ വരാറുണ്ട് കേട്ടോ. പക്ഷേ എക്സലൻറ്റ് ഫുഡും നല്ല ടേസ്റ്റും കേട്ടോ. ഇപ്പോൾ ബുഫേക്ക് എന്തോരം ഐറ്റംസ് ആയിരുന്നു ഇല്ലേ, അത് എല്ലാത്തിനും എന്തൊരു ടേസ്റ്റും എന്ത് നല്ല ക്വാളിറ്റിയാണെന്നറിയോ, എക്സലൻ്റ് ആയിരുന്നു. ജോയ് പാലസിലെ നല്ല അടിപൊളി സീ ഫുഡ് ഡിന്നർ ബുഫേ കഴിച്ച് കഴിഞ്ഞത് ബാൽക്കണിയിൽ നിൽക്കുവാണ്. നല്ല സുഖ ക്ലൈമറ്റ് ആണ് കേട്ടോ, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ ഇപ്പോൾ ഡിന്നർ ഈ സീ ഫുഡ് ബുഫേ മാത്രമല്ല കേട്ടോ, എപ്പോഴാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റി എക്സലൻറ്റ് ഫുഡാണ് ജോയ് പാലസിലുള്ളത്. മസ്റ്റ് ട്രൈ ആണ് 1 ടൈമെങ്കിലും കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം നല്ല സൂപ്പർ ഡേ ആയിരുന്നു. കാരണം പുന്നത്തൂർ കോട്ടയിലും ആനക്കോട്ടയിലൊക്കെ പോയി. ആനക്കോട്ടയിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വർഷം കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ്. ബൈ.